ഈ ഫോം 5ഉം ഫോം 6ഉം കൊടുത്ത ആൾക്കാർ ഇപ്പോൾ കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട്. മീൻസ് ഒരു വീട് വെക്കണമെന്നുള്ള സ്വപ്നം കൊണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ കുറേ പേര് ഭൂമി നിർത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെയാണ്? അല്ല, ഇത്തരം കാര്യങ്ങളും നിയമപരമായിട്ട് തന്നെ പോകുന്നതാണ് വളരെ ഉചിതം. അല്ലാതെ നിയമം ലംഘിച്ചാൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്കും പോലീസിനും റവന്യൂ അധികാരികൾക്കൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ വീട് പണിത് താമസിക്കുന്ന ആളുകൾ പോലും ഭൂമി നിലമാണെങ്കിൽ അവർ ഈ ഫോം 5 ഫോം 6 പോകണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കുറേ പേര് ഭൂമി നികത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിക്കും അത് അവസാനം എത്തി നിൽക്കുന്നത് ഇതിൻ്റെ സെക്ഷൻ 13 അനുസരിച്ച് കളക്ടർക്ക് നടപടിയെടുക്കാം. കളക്ടർക്ക് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് ഉത്തരവിറക്കാം. അത് അവർക്ക് നോട്ടീസ് കൊടുത്തതിനൊക്കെ ശേഷം വേണം. അങ്ങനെ ഉത്തരവിറക്കുമ്പോൾ അതിനുള്ള ചിലവും കാര്യങ്ങളെല്ലാം ഇത് ആരുടെ കസ്റ്റഡിയിലായിരുന്നോ, ആരാണോ അത് അനുഭവിക്കുന്നത്, അവരിൽ നിന്ന് ഈടാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പവർ ഓഫ് എൻട്രി ആൻഡ് സീഷർ, ഈ വില്ലേജ് ഓഫീസറിന് താഴെയല്ലാത്തൊരു ഉദ്യോഗസ്ഥനും SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് താഴെയല്ലാത്തൊരു ഉദ്യോഗസ്ഥനും ഇങ്ങനെ ഈ പ്രശ്നം നടക്കുന്ന ഭൂമിയിൽ എൻട്രി ചെയ്ത് പിടിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ കോൺഫിസ്കേഷൻ കളക്ടറാണ് ചെയ്യേണ്ടത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ടല്ലോ, ആ ആക്ടിന് വിരുദ്ധമായി എന്ത് ചെയ്താലും ഈ പറഞ്ഞ SHOയ്ക്കും വില്ലേജ് ഓഫീസർക്കും ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത്തരം ഒരു ആക്ഷൻ വന്നാൽ അതിൻ്റെ ചിലവ് ഈടാക്കുന്നത് ഇതിൻ്റെ ലാൻഡ് ലോണിൻ്റെ അടുത്തുണ്ടായിരിക്കും അല്ലേ? അത് ആരുടെ ഇതിനാരാണോ നികത്തിയത് അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭവിക്കുന്ന ആളാരാണോ അവരിൽ നിന്ന് ഈടാക്കാം എന്നാണ് സെക്ഷൻ 13 കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ ചിലവ് ഈടാക്കുന്നത് സംബന്ധിച്ച് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം വേണം അത് ചെയ്യാൻ.